എന്താണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം? ഫേസ്ബുക്ക് മുഖ്യമായും ലോങ് വീഡിയോസും അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല സർവീസുകളും ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇൻസ്റ്റാഗ്രാം ആകട്ടെ ഷോർട്ട് വീഡിയോ കണ്ടൻറ്റുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. 1 മിനിറ്റ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് ആണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ ലൈവ് ആണെങ്കിൽ മാക്സിമം 4 hours ലൈവ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഫേസ്ബുക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് വീഡിയോ കണ്ടൻറ്റുകൾ ആയിക്കഴിഞ്ഞാലും മറ്റുള്ള ഫീച്ചേഴ്സ് ഫേസ്ബുക്ക് പേജ് പോലുള്ള മറ്റു ഫീച്ചേഴ്സുകളാണ് ആയിക്കഴിഞ്ഞാലും ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഫീച്ചേഴ്സ് ഫേസ്ബുക്കിൽ ഉണ്ട്. അതുപോലെ ഫേസ്ബുക്കിൻ്റെ മോണിറ്ററിംഗ് ഓപ്ഷൻസും ഇൻസ്റ്റാഗ്രാമിൻ്റെ മോണിറ്ററിംഗ് ഓപ്ഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ ധാരാളം മോണിറ്ററിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു ബിസിനസ് പേജ് ഡെവലപ്പ് ചെയ്താൽ ഫേസ്ബുക്കിൽ ഉള്ളത്രയും മോണിറ്ററിംഗ് ഓപ്ഷൻസ് ഇൻസ്റ്റാഗ്രാം ബിസിനസ് പേജിൽ ഉണ്ടാകില്ല. ഇതെല്ലാമാണ് മുഖ്യ വ്യത്യാസം. മാത്രമല്ല ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങളുടെ സിസ്റ്റത്തിലും അതായത് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോം കൂടുതലായും മൊബൈൽ ബേസ്ഡ് ആണെന്ന് പറയാം. ഇതൊക്കെയാണ് മുഖ്യമായ വ്യത്യാസം. ഈ 2 പ്ലാറ്റ്ഫോമുകളും ഏത് തരത്തിലുള്ള ഓഡിയൻസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അനുസരിച്ചും ഏതിന് കൂടുതൽ പ്രാധാന്യം, രണ്ടും ഉപയോഗിക്കണം, പക്ഷേ ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഏത് തരത്തിൽ ഉള്ള യൂസേഴ്സിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും. ഇൻസ്റ്റാഗ്രാമാണ് യൂത്തിന് കൂടുതലും അഭികാമ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം. അവർക്ക് പൊതുവെ ഇപ്പോഴുള്ള യൂത്തിന് ഷോർട്ട് വീഡിയോ കണ്ടൻറ്റുകളോടാണ് കൂടുതൽ താല്പര്യം. ഫേസ്ബുക്കിലാകട്ടെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസും അതുപോലുള്ള കണ്ടൻറ്റുകളും ക്രിയേറ്റ് ചെയ്യാനാണ് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കി ഏതിന് പ്രാധാന്യം കൊടുക്കണം, ഏത് തരത്തിലുള്ള യൂസേഴ്സാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് വരേണ്ടത്, അതിനനുസരിച്ച് വേണം ഏതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ. രണ്ടിലും പ്രസൻസ് ഉണ്ടാവണം, പക്ഷേ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണോ അതനുസരിച്ചായിരിക്കണം. കൂടുതൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.